ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്റെ നേരെ ചാടുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ നിന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചോണം. അല്ലാതെ എന്നെ വിമർശിക്കാൻ വന്നാലേ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും. പറഞ്ഞേക്കാം. അവളൊരു കിനാവള്ളിയാ ആ അംബിക. പ്രതാപേട്ടന്റെ മനസ്സില് എന്നെ കുറിച്ച് അംബിക വരച്ചു ചേർത്ത ഒരു വൃത്തികെട്ട ചിത്രമുണ്ട്. പ്രതാപേട്ട എന്നെ കാണുന്നത് വളരെ അധപതിച്ചൊരു സ്ത്രീയായിട്ടാ. അത് മാത്രമല്ല മോളെ, ഇനി അതൊക്കെ ഏച്ചി കെട്ടിയ മുഴച്ചിരിക്കും. എന്റെ മനസ്സിനേറ്റ മുറിവ് മാരകമാണ്. അതൊരിക്കലും ഉണങ്ങില്ല. ശാപം കിട്ടിയ അഹല്യയുടെ കഥ കേട്ടിട്ടുണ്ടോ നീ? ഞാൻ അഹല്യയിപ്പോ. ഇനി മോചനം കിട്ടണമെങ്കിൽ പുതിയ ത്രേതായുഗം വരണം. പുതിയ ശ്രീരാമന് വരണം. നിങ്ങൾ കഴിക്കേ. കഴിക്കുമോള്. എന്തിനാ അമ്മേ ഏത് കാര്യത്തിന് എങ്ങനെ ടെൻഷൻ? ഇവിടെ അമ്മയ്ക്ക് എനിക്ക് പരമസുഖമല്ലേ. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയതല്ലെങ്കിലും വല്യമ്മാവൻ തന്നതാണെങ്കിലും അമ്മ കോടീശ്വരിയല്ലേ. ബിസിനസിന് ബിസിനസ്, പലതരം സ്ഥാപനങ്ങൾ. സത്യം പറഞ്ഞാൽ അമ്മയാണ് മഹാറാണി. നിർത്തടാ. അല്ല, നീ എന്താ പറഞ്ഞേ? ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ല ഇതെന്ന്. എടാ, നിനക്കറിയാമോ, പ്രതാപന്റെ ഈ സമ്പത്തെല്ലാം ഞാൻ അധ്വാനിച്ചതല്ലെങ്കിലും എന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാ. ആ കഥയൊന്നും നിനക്കറിയില്ല. അമ്മയുടെ ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ കാണുമ്പോ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതെ, എനിക്ക് ആവശ്യമില്ലാത്ത ടെൻഷനോ? എടാ, ആ ഋതികയെ അവളുടെ അമ്മയുടെ കൂടെ ഒന്നിച്ചാലേ ഞാനും നീയൊക്കെ തീർന്നു. കഥകളെല്ലാം പത്മ ഋതികയോട് പറയും. അങ്ങനെ രാജു ഇതറിയും. അവനൊന്ന് പ്രതാപനെ കൃത്യമായിട്ട് ഇതെല്ലാം ബോധ്യപ്പെടുത്തിയ പിന്നെ ഈ സ്റ്റേറ്റിൽ നിക്കണ്ട, വിട്ടേച്ചാ മതി. ഓ, അവര് പറയുന്നൊക്കെ വല്യമ്മാവൻ വിശ്വസിക്കോ? അങ്ങനെങ്ങി വിശ്വസിക്കൊന്നുമില്ല. പക്ഷേ അവനെ അവര് വല്ലാതങ്ങ് ബ്രെയിൻ വാഷ് ചെയ്താലോ? അമ്മേ, നമുക്കൊരു കാര്യം ചെയ്താലോ? അവള് പത്മാന്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം വല്യമ്മാവൻ അറിയിച്ചാലോ? അവൾ അവിടെ ഉണ്ടെന്നുള്ളതേ നമ്മുടെ സംശയം മാത്രമല്ലേ, കൃത്യമായിട്ട് അറിയില്ലല്ലോ. ജയൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ. ഉണ്ടെങ്കിലേ അവൻ പോയിട്ട് നമ്മളെ വിവരം അറിയിക്കും. അതിന് ജയൻ അവള് താമസിക്കുന്ന വീടറിയോ? അംബികയുടെ അടുത്തല്ലേ അവളുടെ ഒളിച്ചുകളി. എടാ, അവള് താമസിക്കുന്ന എവിടെയാണെന്നേ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ? എടാ, അന്ന് അവള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ പോയപ്പോ അവള് ഏത് വീട്ടിലേക്കാണ് പോകുന്നതെന്നറിയാൻ ഞാൻ അവളുടെ പിന്നാലൊരു ദൂതനെ അയച്ചിരുന്നു, കാറിൽ. അതാണ് ഈ അംബികയുടെ ബുദ്ധി. മനസ്സിലായോ? ഇത് ബുദ്ധിയൊന്നുമല്ല, ഇതിന്റെ പേരാണ് വിവരമില്ലായ്മ. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അവളുടെ വീട്ടിലേക്ക് ഒരു ബോംബെറിഞ്ഞ് അവളെങ്ങ് തീർക്കുമായിരുന്നല്ലോ. ഓ എടാ, നീ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന എനിക്കറിയാം. അതാ അവളുടെ താമസ സ്ഥലം ഞാൻ നിന്നോട് പറയാതിരുന്നത്. ദേ,
ദൈവത്തെ ഓർത്ത് നീ എടുത്തു ചാടി ആപത്തൊന്നും ഉണ്ടാക്കരുത്. നീ കാട്ടിക്കൂട്ടുന്ന ഓരോ വിവരമില്ലായ്മ കൊണ്ടാ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓ പിന്നെ അമ്മ മാത്രം ഒരു ബുദ്ധിക്കാരി. ഈ പഴഞ്ച ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ വർക്കൗട്ട് ആയിട്ടുണ്ടോ? എല്ലാം 18 നിലയിൽ പൊട്ടുമല്ലേ. നിർത്തടാ. നീ എന്റെ നേരെ ചാടുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ നിന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചോണം. അല്ലാതെ എന്നെ വിമർശിക്കാൻ വന്നാലേ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും. പറഞ്ഞേക്കാം. എണീറ്റ് പോടാ. എന്താ അമ്മ ഇതൊക്കെ? ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കായിരുന്നു. എന്തായാലും രാജു ഇവിടെ കിടക്കട്ടെ. ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ കിടക്കും. ഇന്ന് എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടക്കണം. വെളുക്കും വരെ വർത്താനം പറയണം. പഴയ വിശേഷങ്ങളും കേൾക്കണം. അല്ലേ രാജു? പിന്നെ അതൊക്കെ വേണം. ഇന്നേ അമ്മയെ വെറുതെ വിടണ്ട, ഉറങ്ങാനും സമ്മതിക്കണ്ട. നിങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞിരിക്കെ. പുറത്തെ നല്ല മഞ്ഞ്, നിലാവും ഉണ്ട്. മകരനിലാവാ. ആ മകരനിലാവും കാറ്റും. എന്താ സുഖം. പോസ്റ്റ് പേഴ്സണൽ അസിസ്റ്റന്റ്, ജോലി ഉള്ളി നോട്ടം. ഇത് പിന്നെ അളിയന്റെ അമ്മായിയമ്മയുടെ വീടായോണ്ട് പിടി വീണാലും തടി കേടാവാതെ രക്ഷപ്പെടാം. വേറെ വല്ല വീടായിരുന്നെങ്കിൽ പിടിച്ച തൊണ്ടി മടല് കിട്ടിയ പിന്നെ ജീവിക്കണ്ട. അത് മരമാണോ അത് മരിച്ചവന്റെ പ്രേതമാണോ? ആ പിശാചിനൊന്ന് വിളിക്കാം. എന്തായി ജയ? മാഡം, ഞാൻ ഈ വീടിന്റെ മുറ്റത്തെത്തി. അവളെ കണ്ടോ? ഇല്ലല്ല, ഞാൻ വീടിന് പുറത്താ. താൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്. താൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൾ അകത്തുണ്ടോന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ഓ ശരി മാഡം. പിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ മാഡത്തിനെ അങ്ങോട്ട് വിളിച്ചു പറയാം. ആ ശരി. അകലെ